ശബരിമല സ്വർണ്ണക്കൊള്ള കേസിലെ പ്രധാനപ്പെട്ട ഒരു വാർത്തയിലേക്കാണ് പോകുന്നത്. ശബരിമല തന്ത്രി കണ്ഠര് രാജീവര് കസ്റ്റഡിയിലെന്ന വാർത്തകളാണ് ഏതാനും നിമിഷങ്ങൾക്ക് മുൻപ് പുറത്തുവരുന്നത്. പ്രത്യേക അന്വേഷണ സംഘമാണ് തന്ത്രിയെ കസ്റ്റഡിയിൽ എടുത്തത് എന്നാണ് വിവരങ്ങൾ. പോറ്റിക്ക് വാതിൽ തുറന്നുകൊടുത്തത് തന്ത്രിയാണ് എന്നാണ് അന്വേഷണ സംഘത്തിന്റെ നിഗമനം. തന്ത്രി ദേവസ്വം ബോർഡിൽ നിന്നും ശമ്പളം കൈപ്പറ്റുന്ന ആളെന്നും അഴിമതി നിരോധന പരിധിയിലും തന്ത്രി ഉൾപ്പെടും. പോറ്റി സ്വർണ്ണ തട്ടിപ്പ് നടത്തിയ വിവരം തന്ത്രിക്ക് അറിയാമായിരുന്നു എന്നുള്ള വിവരങ്ങളാണ് അന്വേഷണ സംഘത്തിന് ലഭിച്ചിരിക്കുന്നത്. ഉണ്ണികൃഷ്ണൻ പോറ്റി ശബരിമലയിലേക്ക് എത്തുന്നത് ജലഹള്ളി ശാസ്താ ക്ഷേത്രത്തിൽ നിന്നാണെന്നും അവിടെ ആരായിരുന്നു തന്ത്രി എന്നത് അന്വേഷിക്കണമെന്നുമായിരുന്നു എ പത്മകുമാർ നൽകിയ മൊഴി. എല്ലാ കാര്യങ്ങളും പുറത്തു വരട്ടെ എന്നാണ് അന്ന് പത്മകുമാർ പറഞ്ഞത്. ശബരിമലയിൽ തന്ത്രിയായി എത്തുന്നതിന് മുൻപ് വരെ 15 വർഷത്തോളം ജലഹള്ളി ശാസ്താ ക്ഷേത്രത്തിലെ തന്ത്രി കണ്ഠര് രാജീവരാണ്. പോറ്റിയെ എത്തിച്ചത് കണ്ഠര് രാജീവരാണെന്നും പത്മകുമാർ സൂചിപ്പിച്ചിരുന്നു. അതേസമയം കണ്ഠര് രാജീവരുടെ പേരെടുത്ത് പറഞ്ഞിരുന്നില്ല. 2007 ഉണ്ണികൃഷ്ണൻ പോറ്റി കീഴ്ശാന്തിയുടെ സഹായിയായിട്ടാണ് ശബരിമലയിൽ എത്തുന്നത്. അതിനു മുൻപ് ജലഹള്ളി അയ്യപ്പ ക്ഷേത്രത്തിലായിരുന്നു. അവിടെ നിന്നാണ് ശബരിമലയിലേക്ക് വരുന്നത്. അന്ന് ജലഹള്ളിയിൽ അവിടെ ആരായിരുന്നു തന്ത്രി എന്നത് അന്വേഷിക്കണം, എല്ലാ കാര്യങ്ങളും പുറത്തു വരട്ടെ എന്നായിരുന്നു പത്മകുമാർ പറഞ്ഞത്. ശബരിമലയിൽ ഉണ്ടായ മുഴുവൻ കാര്യങ്ങളുടെ ഉത്തരവാദിത്തം 2019 ഭരണസമിതിക്കാണോ? ഈ അവതാരങ്ങളെല്ലാം ശബരിമലയിൽ എത്തിച്ചത് ഭരണസമിതിയാണോ? ഇന്നല്ലെങ്കിൽ നാളെ സത്യം തെളിയും. അപ്പോൾ മറുപടി പറയേണ്ടവർ മറുപടി പറയേണ്ടി വരിക തന്നെ ചെയ്യുമെന്നും പത്മകുമാർ പറഞ്ഞിരുന്നു. എന്നാൽ ഉണ്ണികൃഷ്ണൻ പോറ്റിയെ അറിയാമെന്നും കണ്ടിട്ടുണ്ട് എന്നുമല്ലാതെ മറ്റു പശ്ചാത്തലങ്ങളൊന്നും അറിയില്ല എന്നായിരുന്നു നേരത്തെ കണ്ഠര് രാജീവർ പറഞ്ഞത്. എന്നാൽ ഇതിന് പിന്നാലെയാണ് പത്മകുമാർ കണ്ഠര് രാജീവരിലേക്ക് കൂടി വിമർശനം എത്തിയത്. 2004 ബംഗളൂരു പൂജാരിയായിരുന്ന ഉണ്ണികൃഷ്ണൻ പോറ്റി ശബരിമലയിൽ എത്തുന്നത് തന്ത്രി കണ്ഠര് രാജീവരുമായുള്ള ബന്ധം വഴിയാണെന്ന ആരോപണം നേരത്തെ ഉയർന്നിരുന്നു. തന്ത്രി കൊണ്ടുവന്ന ആൾ എന്ന നിലയിൽ ഇയാൾക്ക് ദേവസ്വം ബോർഡിന്റെ അനുമതി ആവശ്യമില്ലായിരുന്നു. എന്നാൽ പിൽക്കാലത്ത് കോൺഗ്രസ് നേതാക്കളെ ജി രാമൻ നായർ, MP ഗോവിന്ദൻ നായർ, പ്രയാർ ഗോപാലകൃഷ്ണൻ എന്നിവരുടെ ഭരണകാലത്താണ് പോറ്റി ശബരിമലയിലെ സമാന്തര ഭരണാധികാരിയായി വളർന്നത് എന്നായിരുന്നു CPM ആരോപിച്ചത്. ആറന്മുളയിൽ വെച്ച് കവറിലിട്ട് രഹസ്യമായി നൽകിയ ഉത്തരവിലൂടെയാണ് ഇയാൾക്ക് കീഴ്ശാന്തി നിയമനം ലഭിച്ചത് എന്നും മുൻ മന്ത്രി VS ശിവകുമാറിന്റെ സഹോദരന്റെ ശുപാർശയും പോറ്റിക്ക് തുണയായി എന്ന പ്രചരണവും ഉയർന്നിരുന്നു. തമിഴ്, കന്നഡ ഭാഷകൾ അറിയാവുന്ന പോറ്റി ഇതര സംസ്ഥാന കോടീശ്വരന്മാരുടെ പ്രിയപ്പെട്ടവനായി മാറി എന്നായിരുന്നു CPM പ്രചരിപ്പിച്ചത്. ഇത്തരം പ്രചരണത്തിലൂടെ തന്ത്രിയെ പ്രതിസ്ഥാനത്ത് കൊണ്ടുവരാനായിരുന്നു ശ്രമം എന്നാണ് അന്ന് ഉയർന്ന ആരോപണങ്ങൾ. എന്നാൽ ഇപ്പോൾ തന്ത്രിയിലേക്ക് നീണ്ട അന്വേഷണം, തന്ത്രിയും ഇതിന് ഉത്തരവാദിയാണ് എന്നുള്ള നിഗമനത്തിലേക്ക് എത്തിയിരിക്കുകയാണ്. തന്ത്രിയെ കൂടുതൽ കാര്യങ്ങൾക്കായി ചോദ്യം ചെയ്യൽ തുടരുന്നു എന്നാണ് അറിയുന്നത്. തന്ത്രി കണ്ഠര് രാജീവർ സൈബർ സഖാക്കളുടെ ആക്രമണത്തിന് വിധേയനായിരുന്നു. ഇനി അതെല്ലാം, അതായത് തന്ത്രി കണ്ഠര് രാജീവർക്ക് ഇതിൽ കൈയുണ്ടായിരുന്നു എന്നുള്ള വിവരങ്ങൾ തന്നെയാണ് കണ്ഠര് രാജീവരെ കസ്റ്റഡിയിൽ എടുത്തതോടെ പുറത്തുവരുന്നത്. പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഉടൻ ശബരിമല സന്ദർശിക്കും എന്നതാണ് മറ്റൊരു വിവരം. മുൻപ് രാഷ്ട്രപതി ശബരിമലയിൽ എത്തിയ അതേ സുരക്ഷാ മാനദണ്ഡങ്ങളും പ്രോട്ടോകോളും പാലിച്ചായിരിക്കും പ്രധാനമന്ത്രിയുടെ സന്ദർശനം. ഇതിനുള്ള ഔദ്യോഗിക തീരുമാനങ്ങൾ പ്രതീക്ഷിക്കുകയാണ്. BJPയുടെ തെരഞ്ഞെടുപ്പ് തന്ത്രജ്ഞനായ കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത് ഷാ ജനുവരി 11 തിരുവനന്തപുരത്ത് എത്തുന്നുണ്ട്. പാർട്ടിയുടെ സംസ്ഥാന നേതൃയോഗത്തിൽ അദ്ദേഹം പങ്കെടുക്കുന്നതോടെ BJPയുടെ മിഷൻ 2026 ഔദ്യോഗികമായി ആരംഭിക്കുകയാണ്. എന്തായാലും ഇതിപ്പോൾ ശബരിമല സ്വർണ്ണക്കൊള്ളയുടെ ഒരു പുതിയ വഴിത്തിരിവിലേക്കാണ് തന്ത്രിയുടെ കസ്റ്റഡിയിൽ എടുക്കൽ കൂടി വന്നതോടെ ഉണ്ടായിരിക്കുന്നത്. ന്യൂസ് ഡെസ്ക് കർമ്മ ന്യൂസ്.